ക്രിസ്മസ് ആയിട്ട് ഞാൻ ഇനി കേക്കൊന്നും തന്നില്ല എന്ന് പരാതി പറയരുത്. വേഗം വാ, നമുക്ക് കേക്ക് കഴിക്കാം. ഹലോ, എന്തുട്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, ജിജി തൃശ്ശൂരിൽ നിന്ന് പ്രോപ്പർ തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂർക്കാരുടെ ഭാഷ കംപ്ലീറ്റ് ആയിട്ടില്ല, ചില വേറെ ജില്ലക്കാർ സംസാരിക്കുന്ന പോലെയൊക്കെ ഉണ്ടെന്ന്. ഞാൻ പ്രോപ്പർ തൃശ്ശൂർ തന്നെയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം ജീവിച്ചു തീർത്തതും ഒക്കെ തൃശ്ശൂർ തന്നെയാണ്. പക്ഷെ ഞാൻ കുറച്ച് നാളായിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കേണ്ടിയും അവരുടെ കൂടെ ഇടപെടേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇച്ചിരി മാറ്റം വന്നു പോയാലേ ഉള്ളൂ കേട്ടോ. പക്ഷെ തൃശ്ശൂർ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് റിലേറ്റഡ് ആണ്. ഒരു പ്ലം കേക്ക് ഞാൻ വീട്ടിൽ ഉണ്ടാക്കാൻ പോവാണ്. കുറേ വീഡിയോസ് ഉണ്ട് നമുക്ക് യൂട്യൂബിൽ. അത് നോക്കിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ ടേസ്റ്റിൽ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും സൂപ്പറായിട്ട് വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഞാൻ എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നു കാണാം. ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു റെസിപ്പി വീഡിയോ അല്ല, ജസ്റ്റ് എൻ്റെ ഒരു വ്ലോഗ് ആയിട്ട് കണ്ട് എൻജോയ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോയാലോ. നമ്മുടെ പ്ലം കേക്ക് അത്ര ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. മറ്റു കേക്കുകളുടെ വരവോടുകൂടെ ആളൊന്ന് ഫീൽഡ് ഔട്ട് ആയെങ്കിലും ഉണ്ണിയേശുവിന് വെൽക്കം ചെയ്യാൻ പുള്ളി ഒറ്റയ്ക്കല്ലേ വരുന്നേ. രാജകീയ പ്രൗഢിയുള്ള ആളാണ്. പിന്നെ ഞാൻ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബാറ്ററിന്റെ മുകളിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പും ചെറിയൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. പക്ഷെ ഓർക്കാതെ ട്രേ ഞാൻ താഴേക്ക് തട്ടിയപ്പോൾ അതൊക്കെ താഴെ പോയി സെറ്റിൽ ഡൗൺ ആയി. നമ്മൾ അങ്ങനെ ചെയ്യരുത്. അല്ലേലും ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലല്ലേ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവൻ പെർഫെക്റ്റ് ഒന്നും അല്ല. ഞാൻ വെന്തൂന്ന് വിചാരിച്ചിട്ട് ലിഡ് ഒന്ന് ചെറുതായിട്ട് തുറന്നായിരുന്നു. അപ്പൊ അതിന്റെ നടുഭാഗം കുഴിഞ്ഞു പോയി. കേക്ക് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ലിഡ് തുറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ നടുഭാഗം കുഴി. പക്ഷെ അതർവൈസ് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. നമുക്കിനി മുറിച്ച് നോക്കാം. നടുഭാഗം കുഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചെറിയൊക്കെ വെച്ചതാട്ടോ. എനിവേ നമുക്ക് നമ്മളത്ര പെർഫെക്റ്റ് കുക്കൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത്രയ്ക്കും ആയിട്ടുണ്ട്. നമുക്കിനി മുറിച്ചിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് കണ്ടോ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാവേ. മുന്നിൽ കണ്ടു അവർ ബേദലേം തന്നിൽ വന്നു. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേദലേം തന്നിൽ വന്നു. സൂപ്പർ ആക്കല്ലോ. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. സൂപ്പർ. അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ക്രിസ്മസ്. അവർ കാലിത്തൊഴുത്തിൽ കണ്ടു.